കുട്ടികളെ പ്ലസ് 1 ഫിസിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്ററായ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എല്ലാ തിയറി ക്വസ്റ്റ്യൻ പഠിക്കുകയും. നോക്കിയോ, ഫസ്റ്റ് ആദ്യം അറിഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഗേജ് പ്രഷർ. ഗേജ് പ്രഷറിന്റെ എക്സ്പ്രഷൻ എന്താണ്? P - PA ഈക്വൽ ടു റോ GH. P എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ ആണ്, PA അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്, റോ എന്താ ഡെൻസിറ്റി ആണ്, G ആക്സിലറേറ്റ് ഡ്യൂ ടു ഗ്രാവിറ്റി, H എന്താ ഡെപ്ത് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മെർക്കുറി ബാരോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു മെഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ. അത്രേ ഉള്ളൂ. അടുത്ത ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു മെഷർ ഗേജ് പ്രഷർ ഓർ പ്രഷർ ഡിഫറൻസ്. ജസ്റ്റ് 1 മാർക്ക് പഠിച്ചു പോയാൽ മതി. ദെൻ എന്താണ് സ്റ്റേറ്റ് പാസ്കൽസ് ലോ? പാസ്കൽസ് ലോ എന്താ പറയുന്നത്? നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും ഏതൊരു പോയിന്റിലെയും കൊടുക്കുന്ന പ്രഷർ എല്ലാ പോയിന്റിലോട്ടും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ആര് പറയുന്നത്? പാസ്കൽസ് ലോ പറയുന്നത്. അവന്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഡെന്റിസ്റ്റ് ചെയർ. ഇത്രയും ഓർത്തിരിക്കുക. ഓക്കെ, ജസ്റ്റ് ആപ്ലിക്കേഷന്റെ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. ഹൈഡ്രോളിക് ലിഫ്റ്റ് വൃത്തിയായിട്ട് പഠിക്കണം, പ്രോബ്ലം പഠിക്കണം, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വാട്ട് യു മീൻ ബൈ സ്ട്രീം ലൈൻ ഫ്ലോ ഓർ സ്റ്റഡി ഫ്ലോ? നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതെന്ത് പറയാം? സ്ട്രീം ലൈൻ ഫ്ലോ എന്നോ സ്റ്റഡി ഫ്ലോ എന്നോ പറയാം. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത എന്താണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞത്? അപ്പോൾ ഒരു ലിക്വിഡ് ഡിസോർഡർ ആയിട്ട്, ഓർഡർ ഇല്ലാതെ സിക്സാക് മാനറിൽ പോവുകയാണെങ്കിൽ എന്ത് പറയും? ടർബുലന്റ് ഫ്ലോ എന്ന് പറയും. അപ്പോൾ എന്താ ക്രിട്ടിക്കൽ വെലോസിറ്റി? ഓക്കെ, അതായത് ഇതൊരു വെലോസിറ്റി ആണ്. ഈ വെലോസിറ്റിക്ക് താഴെ നമ്മുടെ ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആയിരിക്കും, മുകളിൽ എന്തായിരിക്കും? ടർബുലന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞത്. ദെൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസിഡറേഷൻ ഓഫ് എന്താണ്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താ? കൺസിഡറേഷൻ ഓഫ് മാസ് ആണ്. കൺസിഡറേഷൻ ഓഫ് മാസ് ആണ്. അതേ സമയത്ത് ബെർണോളിസ് തിയറം ആണെങ്കിൽ കൺസിഡറേഷൻ ഓഫ് എനർജി ആണ്. കൺസിഡറേഷൻ ഓഫ് എനർജി ആണ്. അത് രണ്ടും എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്. എന്താ റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ നമ്പർ ആണ്. ഈ നമ്പർ നോക്കി നമുക്ക് പറയാൻ പറ്റും ഫ്ലോ സ്റ്റഡി ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ്? നമ്മുടെ റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ 1000-നേക്കാൾ കുറവാണെങ്കിൽ അത് സ്റ്റഡി ആയിരിക്കും. 2000 മുകളിലാണെങ്കിൽ ടർബുലന്റ് ആയിരിക്കും. 1000-2000 ഇടയിലാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ, അത് സ്റ്റഡിയും ആവാം ടർബുലന്റും ആവാം. ഓക്കെ, അതാണ് എന്ത് പറഞ്ഞ ഈ റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞ. അടുത്ത എന്താണ് മാഗ്നസ് എഫക്റ്റ്? എന്താണ് മാഗ്നസ് എഫക്റ്റ്? ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മുടെ ബെർണോളിസിന്റെ ആപ്ലിക്കേഷൻ ആണ് മാഗ്നസ് എഫക്റ്റ്. അറ്റോമൈസർ, എയറോഫോയിൽ, ഓക്കെ, ഇതൊക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെ ആരുടെ ആപ്ലിക്കേഷൻ ആണ്? ബെർണോളിസിന്റെ ആപ്ലിക്കേഷൻ ആണ്. പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ ബോൾ എറിയുമ്പോൾ സ്പിൻ ചെയ്യുകയാണെങ്കിൽ, ബോളിനെ സ്പിൻ ചെയ്ത് വിട്ടാൽ ബോളിൽ 2 മോശമുണ്ട്. ഒന്ന് ട്രാൻസ്ലേറ്റീവ് മോശം ഉണ്ടാവും, അതുകൂടാതെ റൊട്ടേഷണൽ മോശം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബോളിന്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണമെന്നില്ല. ഒന്നിങ്ങനെ പാത്ത് എന്ത് ചെയ്യും? ഡീവിയേറ്റ്, ഒന്നുകിൽ അകത്തേക്ക് അല്ലെങ്കിൽ എന്താണ് പുറത്തേക്ക്. അപ്പം ബോൾ എന്ത് ചെയ്താൽ സ്പിൻ ചെയ്ത് വിട്ടാൽ ഒരു 2 മോശമുണ്ട്. ഏതൊക്കെയാണ്? റൊട്ടേഷൻ മോശമുണ്ട്, ട്രാൻസ്ലേറ്റീവ് മോശമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ പ്രഷർ വ്യത്യാസമായിരിക്കും. ഓക്കെ, ആ പ്രഷർ വ്യത്യാസം കാരണം അവന്റെ പാത്ത് എന്ത് ചെയ്യും? ഡീവിയേറ്റ്. ഇതിനപ്പുറത്തെ പേരാണ് മാഗ്നസ് എഫക്റ്റ്. അടുത്താണ് ടോറിസെല്ലി തിയറം. അപ്പൊ ടോറിസെല്ലി തിയറം പറയുന്നത് ഫോർ ആൻ ഓപ്പൺ ടാങ്ക്. ഓക്കെ, velocity flux for an open tank is equal to velocity of freely falling body. Velocity of freely falling body എത്ര പഠിച്ച? √2gh ആണ് velocity of freely falling body എന്ന് പറഞ്ഞത്. അത് ആർക്ക് ഈക്വൽ ആണ്? ഓപ്പൺ ടാങ്കിന്റെ വെലോസിറ്റി ഫ്ലക്സിന് ഈക്വൽ ആണ്. ഇത്രേ ഉള്ളൂ ടോറിസെല്ലി തിയറം പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തെന്താ? ന്യൂട്ടൺസ് ഇക്വേഷൻ ഫോർ വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ വേറെ ഒന്നല്ല, ന്യൂട്ടൺസ് ഇക്വേഷൻ ആണ്. F is equal to eta A dv/dx. Eta coefficient of viscosity, A area, dv/dx എന്ന് പറഞ്ഞാൽ velocity gradient. ഓക്കെ, നെക്സ്റ്റ്. അടുത്തെന്താ? എന്താണ് ടെർമിനൽ വെലോസിറ്റി? അപ്പൊ ഒരു ബോഡി ഒരു ലിക്വിഡിൽ വന്ന് പതിക്കുന്നു. അപ്പൊ ലിക്വിഡിൽ വന്ന് പതിക്കുമ്പോൾ ആ ബോഡിക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം വെലോസിറ്റി പറഞ്ഞ പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് എടുത്താൽ ടെമ്പറേച്ചർ കൂടിയ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് കുറയും. അതേ സമയത്ത് ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ലിക്വിഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും?
കുറയും. ഫോർ ഗ്യാസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കൂടും. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, okay, raindrop will not attain high velocity even though they are falling from a high altitude. അപ്പം ഈ റെയിൻ ഡ്രോപ്പ് നല്ല വലിയ ഹൈറ്റ് വന്ന് വധിക്കുന്നത്, പക്ഷെ അതിന് അധികം വെലോസിറ്റി ഇല്ല. എന്താ റീസൺ? ഒറ്റ വാക്കി പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി. എന്താണ് ടെർമിനൽ വെലോസിറ്റി? ഒറ്റ വാക്കി പറഞ്ഞ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ താഴോട്ട് പതുക്കെ എന്താ സംഭവിക്കുന്നത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാണും, അവന്റെ ഡ്രോപ്പിന്റെ സ്പീഡ് കൂടിയാണ് വരുന്നത്. പക്ഷെ ഏതൊരു പോയിന്റ് ആകുമ്പോഴേക്കും അവിടെ എന്താവും? നെറ്റ് ഫോഴ്സ് 0 ആവും. പിന്നെ അതിനുശേഷം വെലോസിറ്റി എന്ത് ചെയ്യില്ല? കൂടില്ല, യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. അതാണ് ഒറ്റ വാക്ക് എന്ന് പറഞ്ഞ ടെർമിനൽ വെലോസിറ്റി എന്ന ഒറ്റ വാക്ക് മതി, ആൻസർ ആയി. ഓക്കെ, ദെൻ സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് എന്താ പ്രത്യേകത? അതായത് ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? കുറയും. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് ടെമ്പറേച്ചർ. പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ കുറയും. സർഫസ് ടെൻഷൻ കുറയും. ക്വസ്റ്റ്യൻ ഉണ്ട്, ഹോട്ട് സൂപ്പ് ആണോ കോൾഡ് സൂപ്പ് ആണോ ടേസ്റ്റിയർ? ഏതാണ്? ഹോട്ട് സൂപ്പ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ എന്താണ്? കൂടുതലാണ്, അപ്പൊ സർഫസ് ടെൻഷൻ കുറവാണ്. അപ്പം ടേസ്റ്റ് എന്തായിരിക്കും? ഏരിയ ഓഫ് കോണ്ടാക്ട് കുറവായിരിക്കും. ഏരിയ ഓഫ് കോണ്ടാക്ട് എന്തെങ്കിലും കൂടും. അതായത് ഹോട്ട് സൂപ്പ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ, അപ്പൊ സർഫസ് ടെൻഷൻ കുറഞ്ഞു, ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടും, അതുകൊണ്ട് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഡ്രോപ്പിന്റെ ഷേപ്പുമായി എന്ത് ചോദിച്ചാൽ ആൻസർ എന്താണ്? സർഫസ് ടെൻഷൻ ആണ്. നമ്മൾ ചെറിയ ഡ്രോപ്പ് എടുത്താൽ ഏത് ഷേപ്പാണ് വരുന്നത്? സ്പെറിക്കൽ ഷേപ്പാണ്. എന്താ റീസൺ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ഷേപ്പ് തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി 2 പേരാണ് കൊടുക്കുന്നത്. ഒന്ന് ഗ്രാവിറ്റി, 2 സർഫസ് ടെൻഷൻ. ഈ ചെറിയ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഈ ഗ്രാവിറ്റി കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ഓൾമോസ്റ്റ് 0. അപ്പൊ അവിടെ ആരാണ് പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുന്നത്? ഫുള്ളായിട്ട് കൊടുക്കുന്നത് ആരാ? സർഫസ് ടെൻഷൻ ആണ്. അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്മോൾ ഡ്രോപ്സ് സ്പെറിക്കലായി കാണപ്പെടുന്നത്? ഒറ്റ വാക്കി ആൻസർ സർഫസ് ടെൻഷൻ. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? നമ്മുടെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ അല്ലേ?